ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മേഖലയിലെ പുതിയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മസ്കറ്റിൽ നിന്നും അമ്മാനിലേക്കുള്ള ഒമാൻ എയർ വിമാനം വീണ്ടും റദ്ദാക്കി. ഇന്നലെയും ഇന്നുമായുള്ള WY411, WY412 വിമാനങ്ങളാണ് റദ്ദാക്കിയതെന്ന് ദേശീയ വിമാന കമ്പനി വൃത്തം അറിയിച്ചു. സലാമയറും വരും ദിവസങ്ങളിൽ വിവിധ റൂട്ടുകളിൽ വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഇറാൻ, ഇറാഖ്, അസർബൈജാൻ എന്നിവിടങ്ങളിലേക്ക് ജൂൺ 20 വരെയുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. മേഖലയിലെ വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് UAE വിമാന കമ്പനികളും ഇന്നലെ സർവീസുകൾ റദ്ദാക്കി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്നാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇറാൻ, ഇറാഖ്, ജോർദാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ വ്യോമാതിർത്തി അടച്ചത് കാരണം എമിറേറ്റ്സ്, ഫ്ലൈ ദുബൈ, എത്തിഹാദ് എന്നിവയെല്ലാം വിമാനങ്ങൾ റദ്ദാക്കുകയും വഴിതിരിച്ചു വിടുകയും വൈകിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യാത്രക്കാർ തങ്ങളുടെ വിമാനങ്ങളുടെ നിലവിലെ സ്ഥിതി അതത് എയർലൈൻ വെബ്സൈറ്റുകൾ വഴിയും വിമാനത്താവള അധികൃതർ നൽകുന്ന വിവരങ്ങൾ വഴിയും അറിയണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മേഖലയിലെ സംഘർഷം തുടരുകയാണെങ്കിൽ കൂടുതൽ ദിവസങ്ങളിൽ വിമാന സർവീസുകളിൽ മാറ്റങ്ങളുണ്ടാകും. UAE താമസക്കാരുടെയും സന്ദർശകരുടെയും വേനൽക്കാല യാത്രാ പദ്ധതികളെയും സംഘർഷം ബാധിച്ചിരിക്കുകയാണ്. ഒമാനിൽ വേനൽക്കാലം ആരംഭിച്ച് ആഴ്ചകൾ പിന്നിടുമ്പോൾ ചൂടിന്റെ കാഠിന്യം ഇരട്ടിയാകുന്നു. പകലിന് ദൈർഘ്യമേറുകയും രാത്രി സമയം കുറയുകയും ചെയ്തു. മസ്കറ്റിലും ഇതര ഗവർണറേറ്റുകളിലും ചൂട് കൂടുമ്പോൾ തന്നെ ദോഫാറിലും കാലാവസ്ഥ വിഭിന്നമല്ല. ചില പ്രദേശങ്ങളിൽ വേനൽ മഴ നേരിയ തോതിൽ ലഭിച്ചത് താപനില കുറയ്ക്കുകയും ചെയ്തു. അതേസമയം രാജ്യത്ത് 14 മണിക്കൂറോളമാണ് നിലവിൽ പകൽ സമയം. മസ്കറ്റിൽ പുലർച്ചെ 5:20 സൂര്യൻ ഉദിക്കുകയും 7 മണിയോടെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നു. സലാലയിൽ 4:28 സൂര്യൻ ഉദിക്കുന്നത്, 7 മണിയോടെ അസ്തമിക്കും. സൊഹർ, ബുറൈമി, ഖസബ്, മസീറ, സൂർ, ഹൈമ തുടങ്ങിയ പ്രദേശങ്ങളിലും 14 മണിക്കൂറോളം പകൽ സമയം ലഭിക്കുന്നുണ്ട്. വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും ഈ പ്രദേശങ്ങളിൽ വെളിച്ചമുണ്ടാകും. അടുത്ത 3 മാസം കടുത്ത ചൂടായിരിക്കും രാജ്യത്ത് അനുഭവപ്പെടുക. പകൽ സമയം 49 ഡിഗ്രി സെൽഷ്യസും രാത്രി 30 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും മിക്ക സ്ഥലങ്ങളിലെയും ഉയർന്ന താപനില. അതേസമയം ചില പ്രദേശങ്ങളിൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെട്ടേക്കാം. ചില രാത്രികളിൽ താപനില കൂടുതൽ താഴാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം വേനൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വിദഗ്ധർ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. രോഗികൾ, കുട്ടികൾ, വൃദ്ധർ, ഗർഭിണികൾ വെയിൽ കൊള്ളരുത്. ഇവർക്ക് എളുപ്പത്തിൽ സൂര്യാഘാതമേൽക്കാൻ സാധ്യതയുണ്ട്. നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണം. നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ജോലി സമയം ക്രമീകരിക്കണം. കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകരുത്. അതേസമയം ചൂട് കൂടിയതോടെ വേനൽക്കാല രോഗഭീഷണിയും സജീവമായി. പനി, ചുമ, തൊണ്ടവേദന, അമിതമായ ക്ഷീണം, അലർജി, ചെങ്കണ്ണ്, വൃക്കരോഗങ്ങൾ എന്നിവ വ്യാപകമാകാനാണ് സാധ്യത. പ്രമേഹം, കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയുള്ളവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പതിവായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അതേസമയം സ്വയം ചികിത്സ നടത്തരുത്. തലവേദന, ക്ഷീണം എന്നിവ മാറാൻ വേദന സംഹാരികളെയും ആശ്രയിക്കരുത്. ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് രോഗപ്രതിരോധത്തിന് ഏറ്റവും മികച്ച മാർഗം. നിർജ്ജലീകരണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശുദ്ധമായ മിനറൽ വാട്ടർ തന്നെ കുടിക്കണം. ആരോഗ്യകരമായ ഭക്ഷണക്രമവും പാലിച്ചിരിക്കണം. ഒപ്പം മതിയായ ഉറക്കവും മതിയായ വിശ്രമവും വേണം. അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ചികിത്സ തേടണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഒമാനിൽ കഴിഞ്ഞ 22 വർഷമായി ഡയറി സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്ന കാസർകോട് സ്വദേശി കൃഷ്ണകുമാർ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു. ഒമാൻ നാഥ ഡയറി കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന കൃഷ്ണകുമാർ രാവിലെ ഡ്യൂട്ടിക്കെത്തി പഞ്ച് ചെയ്ത ശേഷം സഹപ്രവർത്തകരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. കഴിഞ്ഞ 6 മാസം മുമ്പാണ് കൃഷ്ണകുമാർ നാഥ ഡയറിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. ഇതിനു മുമ്പ് ഒമാനിലെ നിരവധി കമ്പനികളിൽ ഡയറി സെയിൽസ്മാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. പശ്ചിമ ഏഷ്യയിൽ യുദ്ധഭീതി ആളിപ്പടരുന്നു. ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പ്രത്യാക്രമണം ഇറാൻ കടുപ്പിച്ചു.
കൂടുതൽ ശക്തമായ ആക്രമണമുണ്ടാകുമെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. സൈനിക താവളങ്ങൾ, രഹസ്യാന്വേഷണ വിഭാഗ കേന്ദ്രങ്ങൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 150 ആക്രമണങ്ങൾ നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർ പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാന തുറമുഖമായ ഹൈഫയും ആക്രമിച്ചവയിൽ ഉൾപ്പെടും. ഇസ്രായേലിന്റെ 3 F-35 വിമാനങ്ങൾ തകർത്തതായും ഒരു പൈലറ്റിനെ അറസ്റ്റ് ചെയ്തതായും ഇറാൻ സൈന്യം അവകാശപ്പെട്ടു. ഇക്കാര്യം ഇസ്രായേൽ നിഷേധിച്ചു. ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിൽ ഉൾപ്പെടെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. വെള്ളിയാഴ്ച രാത്രിയും ഇന്നലെ പുലർച്ചെയുമായി നടന്ന ആക്രമണത്തിൽ 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു. 200 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതായാണ് വിവരം. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡാം മറികടന്നാണ് ഇറാന്റെ ആക്രമണം. ഇസ്രായേലിന്റെ പെന്റഗൺ എന്നറിയപ്പെടുന്ന പ്രതിരോധാസ്ഥാനമായ കിരിയയിൽ ആക്രമണം നടന്നതായാണ് വിവരം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെയും പ്രതിരോധ മന്ത്രാലയത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഇവിടെ രഹസ്യാന്വേഷണ വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നയതന്ത്ര നീക്കങ്ങളുമായി ഒമാൻ. മേഖലയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്ന അധികൃതർ സംഘർഷം നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇറാനിൽ ഇസ്രായേൽ നേരിട്ട് നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് മേഖലയിലെ അപകടകരമായ സൈനിക സംഘർഷങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായാണ് വിദേശകാര്യമന്ത്രിയുടെ ഫോൺ സംഭാഷണങ്ങൾ. ഇന്ന് മസ്കറ്റിൽ നടക്കാനിരുന്ന ഇറാൻ-US ചർച്ചകളുടെ അടുത്ത ഘട്ടം റദ്ദാക്കിയതായി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി അറിയിച്ചു. നയതന്ത്രവും സംഭാഷണവുമാണ് ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള ഏക മാർഗമെന്നും സയ്യിദ് ബദർ പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം US-ഉമായുള്ള 6ാം ഘട്ട ആണവ ചർച്ചയിൽ നിന്നും ഇറാൻ പിന്മാറുന്നതായി ബന്ധപ്പെട്ടവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. US-ഇറാൻ ആണവ ചർച്ചയുടെ 6ാം ഘട്ടം ഞായറാഴ്ച മസ്കറ്റിൽ നടക്കുമെന്നാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ശനിയാഴ്ചയാണ് ചർച്ചയിൽ പിന്മാറുന്നതായി ഇറാൻ അധികൃതരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 8 വർഷത്തോളം ഒമാനിൽ പ്രവാസിയായിരുന്ന ഇടുക്കി സ്വദേശി സുലൈമാൻ ബുറൈമിയിൽ കുഴഞ്ഞുവീണ് മരണപ്പെട്ടു. ബുറൈമിയിൽ സ്വദേശിയുടെ വീട്ടിലാണ് സുലൈമാൻ ജോലി ചെയ്തിരുന്നത്. മൃതദേഹം ബുറൈമി KMCCയുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.